ഹലോ ഗായ്സ്, അപ്പം ഓമനമ്മയും മക്കളും എന്ന് പറയുന്ന ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പവും സ്റ്റൂളും ആണ്, വെജിറ്റബിൾ സ്റ്റൂളുമാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് കുക്കറിലാണ് അപ്പം നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റവിൽ കുക്കർ വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. പിന്നെ ഷെയറും ചെയ്യണം, കമൻറ്റും ഇടണം, ബെൽ ബട്ടനും നിൽക്കണം കേട്ടോ. അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് കറുവാപ്പട്ടയും ബേ ലീഫും ഏലക്കയും ഗ്രാമ്പുവും ചെറിയ അളവിൽ നമുക്കിട്ട് കൊടുക്കാം. അതൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് 2 സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കുറച്ച് സെക്കൻഡോ ഇളക്കി കൊടുക്കാതെ ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ടതിന് ശേഷം അതുകൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് അടുത്തത് കൂടെ ചേർക്കാം. നന്നായി വഴന്നതിന് ശേഷം ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതും കൂടെ നമുക്ക് നന്നായിട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് പച്ചമുളക് ഒന്നും കൂടി ഇടാം. പിന്നെ നമുക്ക് പയറിട്ട് കൊടുക്കാം. ഇനി ക്യാരറ്റ് തക്കാളിയാണ്, തക്കാളി ഇട്ടിട്ട് ക്യാരറ്റ് ഇടാം. ഇനി നമുക്ക് കിഴങ്ങ് കൂടിയാണ് ഇട്ട് കൊടുക്കാവേ. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ. അപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറയുവാണ്, ഞാനിതിൽ വെള്ളം ചേർക്കുന്നേ ഇല്ല. ഞങ്ങളിതിൽ ചേർക്കുന്നത് തേങ്ങ ചിരണ്ടിയത്, പിന്നെ 2ാമത്തെ പാലാണ് ഞാൻ ആദ്യമേ ചേർക്കുന്നത്. അപ്പം അതിന് മുന്നേ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷമാണ് നമ്മളിപ്പം നമ്മുടെ 2ാമത്തെ പാലാണ് ചേർക്കുന്നത്. നിങ്ങൾ ഓർത്ത് വെച്ചാണ്, ആദ്യം ഒഴിക്കുന്നത് നമ്മൾ 2ാമത്തെ തേങ്ങാപ്പാലാണ്. നമ്മൾ 2ാമത്തെ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. 2ാം പാല് ഒന്നും കൂടെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ച് വെക്കാവേ. അപ്പം ഞാൻ ഈ ഒരു സ്പീഡിലാണ് തീ വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് അപ്പം ചൂടാം. അപ്പം ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം ഇപ്പം 2 അപ്പം, കുഞ്ഞപ്പമാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. 2 അപ്പമാണ് വെക്കുന്നത്. കുഞ്ഞപ്പവും വലിയപ്പവും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അപ്പം കുറച്ച് റെഡി ആയതിനുണ്ട്. അതിനുശേഷം നമുക്ക് മുൻചട്ടി അപ്പം നമുക്ക് കുറച്ച് കറി ഇച്ചിരിയോട് സെറ്റാക്കാനുണ്ട്. അപ്പോൾ അടുത്ത ചട്ടിയും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ കുക്കറി വേവിക്കുന്നത് ഞാൻ പെട്ടെന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ സംഭവം കുക്കറി വെച്ച് പോയത്. അപ്പം
ഇതാ ചട്ടിയിലേക്ക് ഒഴിക്കുന്നു. നന്നായി വെന്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ആവുകയും ചെയ്തു. നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഒഴിച്ചത് 2ാം പാലായിരുന്നു. ഇപ്പോൾ ഒഴിച്ചത് 1ാമത്തെ പാലാണ്. 1ാം പാലാണ് ഇപ്പോൾ ഒഴിച്ചിട്ടുള്ളത്. നന്നായി ഇളക്കി കൊടുക്കുന്നു. ഇനി നിങ്ങൾ മറക്കരുത് ലൈക്കും സബ്സ്ക്രൈബും ബെൽ ബട്ടനും കമൻറ്റും ഷെയറും ചെയ്യാനായിട്ട്. നന്നായിട്ടായിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇത് വിളമ്പാനായിട്ട് പോവുകയാണ്. വില്ലപ്പവും കുഞ്ഞു അപ്പവും കൂടെ ചുട്ടിട്ടാണ് ഞാനിപ്പോൾ കാണിച്ചത്. അപ്പം ഇത് ഞാനിനി വിളമ്പാൻ പോവാണ്. എല്ലാവർക്കും വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഓമനമ്മ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടെന്നാണ് അവർ പറഞ്ഞത്. അവർ വളരെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം താങ്ക് യു.